നമസ്കാരം. ശബരിമലയിലെ ദേവസ്വം ബോർഡിന്റെ പക്കലുള്ള സ്വർണ്ണ ശേഖരത്തിൽ ക്രമക്കേട് നടന്നുവെന്ന ആരോപണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണം ഇപ്പോൾ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള പത്മകുമാറിനെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഭക്തർ സമർപ്പിച്ച സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെന്നും പകരം ചെമ്പ് കലർത്തിയെന്നും ഉള്ള അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർന്നിട്ടുള്ളത്. കേവലം ഒരു ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ച എന്നതിലുപരിയായിട്ട് കൃത്യമായ ആസൂത്രണത്തോടുകൂടി നടന്ന ഒരു സാമ്പത്തിക കുറ്റകൃത്യമായിട്ടാണ് അന്വേഷണ സംഘം ഇതിനെ ഇപ്പോൾ നോക്കിക്കാണുന്നത്. ഭരണസ്വാധീനമുള്ള വ്യക്തികളുടെ പങ്കാളിത്തം ഈ കേസിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യവും നൽകുന്നുണ്ട്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് അന്വേഷണ സംഘം പരിഗണിക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സ് ബുക്കുകളിലും മറ്റ് ഔദ്യോഗിക രേഖകളിലും വരുത്തിയ തിരുത്തലുകളാണ്. ഈ രേഖകളിലെ കയ്യക്ഷരം അത് പത്മകുമാറിൻ്റെതാണോ എന്ന് ശാസ്ത്രീയമായി ഉറപ്പുവരുത്തുന്നതിനായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യക്ഷര സാമ്പിളുകൾ SIT ഇതിനോടകം തന്നെ ശേഖരിച്ചു കഴിഞ്ഞു. സ്വർണം കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ രേഖപ്പെടുത്തിയ മിനിറ്റ്സ് ബോധപൂർവം തിരുത്തപ്പെട്ടുവെന്നാണ് പ്രാഥമിക നിഗമനം. ഫോറൻസിക് പരിശോധനയിലൂടെ ഈ കയ്യക്ഷരം പത്മകുമാറിൻ്റെതെന്ന് തെളിയിക്കപ്പെട്ടാൽ അത് കേസിൽ പ്രതിഭാഗത്തിന് വലിയ തിരിച്ചടിയാവുകയും ഗൂഢാലോചനയിൽ അദ്ദേഹത്തിനുള്ള പങ്കിന് വ്യക്തമായ തെളിവായിട്ട് മാറുകയും ചെയ്യും. പത്മകുമാറിനെ പോലെയുള്ള ഒരു മുതിർന്ന പാർട്ടി നേതാവ് ഇത്തരമൊരു അഴിമതിയിൽ പ്രതിക്കൂട്ടിലാകുന്നത് സംസ്ഥാന ഭരണകൂടത്തെയും CPI നേതൃത്വത്തെയും വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. താഴെത്തട്ടിലുള്ള ജീവനക്കാർ മാത്രം അറിഞ്ഞുകൊണ്ട് ഇത്രയും വലിയൊരു സ്വർണ്ണക്കവർച്ച ശബരിമലയിൽ നടക്കില്ലെന്ന വാദമാണ് പൊതുസമൂഹത്തിലും പ്രതിപക്ഷത്തിനിടയിലുമൊക്കെ തന്നെ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ഭരണകക്ഷിയുടെ ജില്ലാ കമ്മിറ്റി അംഗം തന്നെ നേരിട്ട് ഇടപെട്ടുവെന്ന് പറയപ്പെടുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും ഏറ്റെടുക്കേണ്ടി വരും. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം നിലനിൽക്കുമ്പോൾ തന്നെ ശാസ്ത്രീയമായ തെളിവുകൾ പുറത്തു വരുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് തന്നെ വലിയ മങ്ങലേൽപ്പിക്കുന്നതായിരിക്കും. അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നതെങ്കിലും അന്വേഷണ സംഘത്തിലുള്ള ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗമാണ് എന്നത് അന്വേഷണത്തിൻ്റെ സുതാര്യതയെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. മനഃപൂർവ്വം കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകിപ്പിക്കുക വഴി പ്രതികൾക്ക് നിയമപരമായിട്ടുള്ള പഴുതുകൾ ഒരുക്കി നൽകുന്നുവെന്ന വിമർശനവും ശക്തമാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ നേതൃത്വത്തിന് കീഴടങ്ങിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ കേസിൻ്റെ അന്തിമഫലം അത് അട്ടിമറിക്കപ്പെടാനായിട്ട് സാധ്യതയുണ്ടെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം ഭരണഘടനാപരമായിട്ടുള്ള സങ്കീർണതകൾ കേസിനെ കൂടുതൽ വിവാദങ്ങളിലേക്ക് നയിക്കുകയാണ്. കുറ്റപത്രം സമർപ്പിക്കുന്നതിലെ കാലതാമസം കാരണം കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായിട്ടുള്ള മൂരാരി ബാബു അടക്കമുള്ളവർക്ക് ഇതിനോടകം തന്നെ സ്വാഭാവിക ജാമ്യം ലഭിച്ചത് അത് അന്വേഷണ സംഘത്തിൻ്റെ പരാജയമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. പ്രതികൾ ജാമ്യത്തിലിറങ്ങുന്നത് തെളിവുകൾ നശിപ്പിക്കുന്നതിനും സാക്ഷികളെ സ്വാധീനിക്കുന്നതിനും ഇടയാക്കുമെന്ന ആശങ്ക പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചു കഴിഞ്ഞു. ശബരിമലയിലെ പവിത്രമായ ആഭരണങ്ങൾ മോഷ്ടിക്കപ്പെട്ട സംഭവത്തിൽ സർക്കാർ പുലർത്തുന്ന ഈ മെല്ലപ്പോക്ക് നയം അത് ഭക്തജനങ്ങളുടെ ഇടയിലും വലിയ അമർഷത്തിന് കാരണമായിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെതിരെയുള്ള സമരങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും ശക്തമാക്കിയിരിക്കുകയാണ്. ചുരുക്കത്തിൽ പത്മകുമാറിൻ്റെ കയ്യക്ഷര പരിശോധനാ ഫലം അത് പുറത്തു വരുന്നതോടെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ ദുരൂഹതകൾ നീങ്ങുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സ്വർണം കടത്താനായിട്ട് സൗകര്യം ഒരുക്കിയെന്ന് തെളിഞ്ഞാൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തര വകുപ്പിനും മറുപടി പറയേണ്ടതായിട്ട് വരുന്ന സാഹചര്യമുണ്ടാക്കും. കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറമായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് ശബരിമലയുടെ പവിത്രത കാത്തുസൂക്ഷിക്കാനായിട്ട് അനിവാര്യമാണ്. നീതിപൂർവമായിട്ടുള്ള ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ ഈ കള്ളത്തരത്തിന് പിന്നിലെ യഥാർത്ഥ സൂത്രധാരന്മാരെ പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ.